ഇന്ന് വളരെ നിർണായകമാണെന്ന് നമ്മൾ ഓരോ ദിവസവും പറയുമ്പോഴും പക്ഷേ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അങ്ങനെയല്ല. ഇന്ന് തികച്ചും നിർണായകം തന്നെയാണ്. എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടണം, എന്തെങ്കിലും ഒരു വിവരം ലഭിക്കണം എന്ന് കാത്തിരുന്ന് നമുക്ക് മുന്നിലേക്കാണ് ഇന്നലെ ട്രക്ക് കണ്ടെത്തി എന്നൊരു വാർത്ത ലഭിക്കുന്നത്. ഇന്നിനി ആ ട്രക്കിനുള്ളിൽ അർജുൻ ഉണ്ടോ എന്ന് കണ്ടെത്താനുള്ള ശ്രമങ്ങളാണ്. അവിടെ നിന്നും നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് മധു? മോത്തി, അല്പസമയത്തിനകം തന്നെ കാര്യമായ വിധത്തിലുള്ള മണ്ണ് മാന്തി നീക്കൽ പ്രവർത്തനങ്ങൾ വളരെ സജീവമായി ആരംഭിക്കാനിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് മുൻ ദിവസങ്ങളിലും നമ്മൾ നിർണായകമാണ് എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും നമുക്ക് എല്ലാ ദിവസവും നിർണായകമാണ്. കാരണം ആ പുഴയിലേക്ക് കണ്ണു നട്ടിരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം കടലോളം നീണ്ടു കിടക്കുന്നതിൽ എവിടെയാണ് അർജുൻ ഉണ്ടാവുക, എവിടെയാണ് ലോറി ഉണ്ടാവുക, ആ ട്രക്ക് എവിടെ, അത് ആ അന്വേഷണങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്നത്. അവിടെയാണ് ഇന്നലെ വളരെ കൃത്യമായ ഒരു വിവരം കിട്ടുന്നു. ഇന്ന് മുതൽ ആ ഒറ്റ പോയിന്റിലേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെ നിന്നുള്ള അന്വേഷണം ആരംഭിക്കുന്നു. ചെളി കോരി മാറ്റേണ്ടതുണ്ട്. ആ തീരത്ത് നിന്ന് ലക്ഷ്മൺ നായിക്കിൻ്റെ കട നിന്നിരുന്ന അതിന് മറുവശത്തുള്ള ഗംഗാവല്ലി പുഴയുടെ തീരത്ത് നിന്ന് കൃത്യം 20 മീറ്റർ അകലെ 15 മീറ്റർ ആഴത്തിൽ എന്ന് വെച്ചാൽ 50 അടിയോളം താഴെ ചെളിയിൽ പുതഞ്ഞു കിടക്കുകയാണ് ആ ട്രക്ക്. അത് തലകീഴായി മറിഞ്ഞു കിടക്കുകയാണ് എന്നാണ് ഇമേജ് വ്യക്തമാക്കുന്നത് എന്ന് ഇന്നലെ SP പറഞ്ഞിരുന്നു. പക്ഷേ അപ്പോഴും അവിടെ നിന്ന് അതിന് മീതെ അടിഞ്ഞുകൂടിയിട്ടുള്ള മണ്ണ് മാറ്റിക്കൊണ്ട് അവിടേക്ക് എത്തിച്ചേരുക എളുപ്പത്തിൽ മുങ്ങൽ വിദഗ്ധർക്ക് ഒറ്റയടിക്ക് എത്തുക അസാധ്യമാണ്. കാരണം അതിനു മുൻപ് ഒരുപാട് ഈ പറഞ്ഞ പോലെ 50 അടിയോളം ആഴ്ന്നു കിടക്കുന്ന ചെളി, പുതഞ്ഞു കിടക്കുന്ന ചെളി മാറ്റേണ്ടതുണ്ട്. അതിനുള്ള പ്രവർത്തനങ്ങൾ വൈകാതെ ആരംഭിക്കും. അതിനിടയിൽ മേജർ ഇന്ദ്രപാൽ ഇന്നലെ വൈകിട്ട് എത്തിയിട്ടുണ്ട്. അദ്ദേഹവും ഇക്കാര്യം ഏകോപിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ്. പക്ഷേ ആ ഡ്രോൺ ബേസ്ഡ് ഇൻ്റലിജൻസ് ആ ഡിവിസിൻ്റെ ബാറ്ററി ഉച്ചയ്ക്ക് ശേഷമേ എത്തുള്ളൂ. കാർവാറിൽ 11 മണിയോടെ എത്തുമെന്നാണ് അറിഞ്ഞിട്ടുള്ളത്. അതിനുശേഷം ആ പ്രവർത്തനങ്ങൾ കൂടി ആരംഭിക്കാനിരിക്കുന്നു. ശ്രീധര, ഇന്ന് ഇത്രയും ദിവസം നിന്നിരുന്നതിനേക്കാൾ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇന്ന് കാലാവസ്ഥയും കുറച്ചുകൂടി അനുകൂലമായിരുന്നു. ഇപ്പോൾ കുറച്ചുകൂടി തെളിഞ്ഞാണ്. ഇന്ന് പകൽ ഇതുവരെ നമ്മൾ രാവിലെ 5 മണി തൊട്ട് ഇതുവരെ മഴ പെയ്തിട്ടില്ല എന്നുള്ള ഒരു ആശ്വാസമാണ്. അത് ഇന്നിപ്പോൾ കാലാവസ്ഥ അനുകൂലമാകുമെന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഏറ്റവും നിർണായകം എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ ഡിവൈസൊക്കെ കൊണ്ടുവരുന്നു, പക്ഷെ അത് പ്രവർത്തിപ്പിക്കാനുള്ളൊരു കാലാവസ്ഥ അവിടെ ഉണ്ടാവണം എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. ഏതായാലും ഏറ്റവും പ്രധാനം കനത്ത മഴ, അതുപോലെ തന്നെ കാറ്റ്, അടിയൊഴുക്ക്, ഇതിനെയൊക്കെ ഭേദിച്ചിട്ട് വേണം ഈ രക്ഷാപ്രവർത്തകർക്ക്, ഈ രക്ഷാദൗത്യത്തിൽ പങ്കെടുക്കുന്നവർക്ക് ഈ പുഴയിലേക്ക് ഇറങ്ങുന്നതിന് വേണ്ടി. മുങ്ങൽ വിദഗ്ധരൊക്കെ തയ്യാറാണ്. എപ്പോൾ അവർക്ക് അവിടേക്ക് ഇറങ്ങാനാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുപോലെ തന്നെയാണ് മധുവട്ടം പറഞ്ഞ പോലെ തന്നെ ഡിബോട്ട്സ് എന്നുള്ള സംവിധാനം, ഡ്രോൺ ബേസ്ഡ് ആയിട്ടുള്ള ഈ ചെളിയിലൊക്കെ പുതഞ്ഞു കിടക്കുന്ന വസ്തുക്കളെ കണ്ടെത്താൻ സാധിക്കുന്ന തരത്തിൽ ഡ്രോൺ ഉപയോഗിച്ച് പ്രവർത്തിക്കാവുന്ന സംവിധാനം കൊണ്ടാണ് ഇന്ന് റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാലും സംഘവും ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതുകൂടി വരുമ്പോൾ കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാനാകും, അല്ലെങ്കിൽ ദൃശ്യങ്ങൾ സഹിതം നമുക്ക് ലഭിക്കുമെന്നുള്ള ഒരു പ്രത്യേകത കൂടി ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൻ്റെ പ്രവർത്തനങ്ങൾ അല്പസമയത്തിനകം തന്നെ അദ്ദേഹം തന്നെ നമ്മോട് വിവരിക്കും. ഏതായാലും ഈ ഡിബോട്ട് സംവിധാനത്തെ കൃത്യമായി ഈ രക്ഷാപ്രവർത്തനത്തിൽ കാര്യമായി ഉപയോഗപ്രദമാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റൊരു കാര്യം, ഒരു യന്ത്രം കൂടി, അതായത് മംഗലാപുരത്ത് നിന്ന് ഒരു യന്ത്രം കൂടി ഇന്നലെ വന്ന കൂറ്റൻ മണ്ണ് ആന്ധ്ര യന്ത്രത്തിന് സമാനമായിട്ടുള്ള മറ്റൊരു യന്ത്രം കൂടി എത്തിക്കുന്നു എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പുഴയിൽ ഈ വശത്ത് ഏതാണ്ട് കരയിൽ നിന്ന് 20 മീറ്റർ മാറിയാണ് ഈ സ്ഥലം, അതായത് നമ്മളിപ്പോൾ ലൊക്കേറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന ഈ സ്ഥലമുള്ളത്. അത് 15 മീറ്റർ താഴത്തേക്കും. അപ്പോൾ നോക്കുമ്പോൾ ഈ ഭാഗത്തേക്ക് കാര്യമായി ഒഴുക്ക് വരാതിരിക്കാനുള്ള നടപടികൾ ഈ യന്ത്രം ഉപയോഗിച്ച്, അതായത് ഈ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് നടത്തുന്നുണ്ട്. അതായത് സ്കൂബ ഡൈവേഴ്സിന് താഴേക്ക് ഇറങ്ങാൻ വേണ്ടിയുള്ള ഒരു സാഹചര്യം ഒരുക്കുക എന്നുള്ളൊരു കർത്തവ്യം കൂടി ഈ യന്ത്രങ്ങൾക്ക് ഉണ്ട് എന്നാണ് ഇന്നലെ SP ഒക്കെ പറയുന്ന ഒരു കാരണം. ഏതായാലും കനത്ത ഒഴുക്കാണ്, അടിയൊഴുക്കാണ് ആ പ്രദേശത്ത്. ഗംഗാവലി തിരിഞ്ഞൊഴുകുന്ന, അതായത് ഒരു വളവാണ് ഈ മണ്ണിടിഞ്ഞ ഈ ഒരു പ്രദേശത്ത്. ചുഴികൾ അവിടെ ധാരാളമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒഴുക്കും ചുഴികളും ഒക്കെ ആകുമ്പോൾ അപകട സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ആ പ്രദേശത്ത് അപകടരഹിതമായി അവർക്ക് ഇറങ്ങാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ള കർത്തവ്യം കൂടി ഈ യന്ത്രങ്ങൾക്ക്, ഈ മണ്ണുമാന്തി യന്ത്രങ്ങൾക്ക് ഉണ്ട്. ഏതായാലും
മധുവട്ടം പറഞ്ഞ പോലെ തന്നെ രാവിലെ ഇപ്പോൾ കാലാവസ്ഥ അല്പം ഭേദപ്പെട്ട് നിൽക്കുന്നുണ്ട്. ഇടയ്ക്കൊരു ചെറിയ മഴ പെയ്തിരുന്നു, പക്ഷെ അത് കാര്യമായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിരുന്നില്ല. ഇന്ന് പക്ഷേ ഉത്തര കന്നഡ ജില്ലയിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് ആശ്വാസമാണ് ശ്രീധര, കാരണം നമ്മൾ റെഡ് അലർട്ട് ആയിരുന്നു ഇതുവരെ. അപ്പോൾ ഓറഞ്ച് അലർട്ട് ആവുന്നു എന്ന് പറയുമ്പോൾ അതൊരു ആശ്വാസമാണ്. മഴയുടെ ആഘാതം കുറയും എന്നുള്ളൊരു ആശ്വാസം കിട്ടുന്നു എന്നുള്ളത് വലിയ കാര്യമാണ്. രാവിലെ ഒന്ന് ചാറിപ്പോയേ ഉള്ളൂ, മഴ പെയ്തു എന്ന് പറയാൻ മാത്രമുള്ള മഴയൊന്നും ഇന്ന് പെയ്തില്ല എന്നുള്ളത് വലിയ ആശ്വാസമാണ്. ഇപ്പോഴും തെളിഞ്ഞു നിൽക്കുകയാണ്, കാരണം ഇത്ര തെളിച്ചം കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇവിടുത്തെ കാലാവസ്ഥ തെളിഞ്ഞു, വെയിലായി എന്നൊക്കെ പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ പേടിയാണ് മോത്തി. അടുത്ത നിമിഷം മഴ ആഞ്ഞു പെയ്യോ എന്നുള്ളൊരു ആശങ്ക. കഴിഞ്ഞ മുൻ അനുഭവങ്ങൾ അങ്ങനെയാണ്. പക്ഷേ ഓറഞ്ച് അലർട്ടാണ്. അതിലേറെ നമ്മൾ ആ നിർദ്ദിഷ്ട ബിന്ദുവിലേക്ക് കടന്നെത്താൻ കഴിയുന്നു. ആ നേരത്തെ പറഞ്ഞതുപോലെ 20 മീറ്റർ തൊട്ടപ്പുറത്ത് 20 മീറ്റർ അകലെ 15 മീറ്റർ ആഴത്തിൽ ആ നീളൻ യന്ത്രക്കൈകൾക്ക് ഒരു കൂറ്റൻ മണ്ണുമാന്തി കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും നിരന്തരം പ്രവർത്തിക്കുകയാണെങ്കിൽ വേഗത്തിൽ അവിടേക്ക് എത്താൻ കഴിയും. സൈന്യത്തിൻ്റെ പുതിയ യന്ത്രങ്ങളും പുതിയ ഡ്രോൺ ബേസ്ഡ് ഇൻ്റലിജൻറ്റ് ബറീഡ് ഒബ്ജക്റ്റ് ഡിറ്റക്ഷനൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഒരു പക്ഷേ ഇതിലേക്ക് എത്താൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷ ഇപ്പോൾ എല്ലാവരും പങ്കുവയ്ക്കുന്നുണ്ട്.